കഴിഞ്ഞ ദിവസം ഞാനേ പത്രം വായിച്ചപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് കണ്ടു. അതായത് 3714 ആൾക്കാരുടെ ജീവനാണ് 2024 കേരളത്തിലെ റോഡുകളിൽ മാത്രം നഷ്ടപ്പെട്ടു പോയത് ആക്സിഡന്റ് മൂലം. ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിട്ടുള്ള ജില്ല ഏതാണെന്ന് അറിയാമോ കഴിഞ്ഞ വർഷം? തിരുവനന്തപുരമാണോ? തിരുവനന്തപുരം അല്ല. നമ്മൾ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന, നമ്മൾ താമസിക്കുന്ന, നിരന്തരം നമ്മൾ ഇറങ്ങി നടക്കുന്ന നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിലാണ് 7633 അപകടങ്ങളാണ് കഴിഞ്ഞ വർഷം മാത്രം എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തത്. ഈ 3714 ആൾക്കാർ കേരളത്തിൽ മരിച്ചു എന്ന് പറയുന്നു. ഇതിനകത്ത് 1% ആൾക്കാർക്ക് മാത്രമാണ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർക്ക് ആർക്കും ഇൻഷുറൻസ് ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു 1000 മുതൽ 500 റേഞ്ചിൽ നിൽക്കുന്ന, ഒരു പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്ന സം ഇൻഷുർഡ്, അതായത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയൊക്കെ സം ഇൻഷുർഡ് എടുക്കുമ്പോൾ ഇത്രയും പ്രീമിയം റേഞ്ച് മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. 1000-ലോ താഴെയോ 500-ൽ പൊക്കത്തോ നിൽക്കുന്ന ഒരു പ്രീമിയം അതുപോലും എടുക്കാൻ ആൾക്കാർ വില്ലിങ് ആകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പേഴ്സണൽ ആക്സിഡന്റിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ആൾക്കാർക്ക് അറിയാൻ പാടില്ലാണ്ടാണോ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻഷുറൻസിനെ കുറിച്ച് ആൾക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പേഴ്സണൽ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ റോഡ് ആക്സിഡന്റ് മാത്രമാണോ വരുന്നത്, അല്ലെങ്കിൽ റോഡ് ആക്സിഡന്റ് മാത്രമല്ല, അതൊരു തെറ്റിദ്ധാരണ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആക്സിഡന്റ് എനി ടൈപ്പ് ഓഫ് ആക്സിഡന്റ് ആകാം. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പട്ടി കടിച്ചു, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്ന തെന്നി വീണു, കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ബാത്റൂമിൽ തെന്നി വീണു, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചു, അങ്ങനത്തെ പല കേസുകളാണ്. പാമ്പ് കടിച്ചു, തേനീച്ച കുത്തേറ്റു, കടന്നൽ കുത്തേറ്റു, ഇതൊക്കെ എല്ലാം ആക്സിഡന്റ് ആണ്. തെങ്ങിൽ നിന്ന് താഴെ വീണു, മരത്തിൽ നിന്ന് വീണു, അല്ലെങ്കിൽ നമ്മൾ പൊള്ളലേറ്റു, തീ കൊണ്ടുള്ള പൊള്ളലേറ്റു, ഇതൊക്കെ എല്ലാം ആക്സിഡന്റ് ആണ്. ഇതൊക്കെ ഒരു പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് മാത്രമല്ല, നമുക്കൊരു പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസേബിലിറ്റി, നമ്മുടെ കണ്ണിനോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഡിസേബിലിറ്റി, നമ്മളൊരു കോമ സ്റ്റേജിലായി പോയി കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് കോസ്റ്റിന്റെ ഭാഗമോ അല്ലെങ്കിൽ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള സം ഇൻഷുർഡ്, നമ്മളൊരു 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തെങ്കിൽ ആ ബെനിഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടും. പിന്നീട് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ പേരിലാണ് ആക്സിഡന്റ് ഇൻഷുറൻസ് എടുത്തേക്കുന്നത്, ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ കൊണ്ട് വേണ്ടാന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട്. ആക്ച്വലി അങ്ങനെയല്ല. അത് നിനക്ക് എന്താ തോന്നുന്നു അതിനെക്കുറിച്ച് പറയാനാണ്? അതിപ്പോ ഒരു പ്രായം കുറഞ്ഞ ആളാണ് മരിക്കുന്നതെങ്കിൽ, ഇപ്പൊ അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഇല്ല, 2 കുട്ടികളുണ്ടല്ലോ, ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരാൾ മരിക്കുമ്പോഴേക്കും ഒന്ന് റിവൈവ് ചെയ്ത് വരാനായിട്ട് ഇച്ചിരി ടൈം എടുക്കത്തില്ല. ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ മറ്റ് അസുഖങ്ങൾ മൂലമൊക്കെയാണ് മരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ട്, ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. പക്ഷേ ആക്സിഡന്റ് ഡെത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലം വരുന്ന ഡിസേബിലിറ്റി, പെർമനന്റ് ഡിസേബിലിറ്റി ആയിക്കോട്ടെ, പാർഷ്യൽ ഡിസേബിലിറ്റി ആയിക്കോട്ടെ, വലിയൊരു ഷോക്ക് ആയിരിക്കും ആ ഫാമിലിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഫൈനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതാണെങ്കിൽ ഇതുപോലത്തെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ഡെഫിനറ്റ്ലി എടുക്കണം. ചെറിയൊരു പ്രീമിയം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. ഒരു 500 രൂപയോ 1000 രൂപയിലോ താഴെയുള്ള പ്രീമിയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സം ഇൻഷുർഡിൽ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പറ്റും. പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനോ അല്ലെങ്കിൽ പുതിയൊരു പോളിസി എടുക്കുന്നതിനോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.